ഇതെല്ലാം വാർത്തകൾ വരികയാണ്. ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതിൽ ലേബർ കോഡിന്റെ വിഷയമുണ്ട്, 2 PMCയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PMC ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെന്റ് വെച്ചില്ലേ? എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുക. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാർ ആവേശത്തോടെ പറയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പൊ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാള് PMCയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞു വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തത്. ഇപ്പൊ അവർ ഒപ്പുവെച്ചൊരു ഗവൺമെന്റ് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമ്മൾ പരിശോധിക്കണം. അതിന്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലെ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒപ്പുവെച്ചത്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിലെ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെന്റ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പൊ ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്നോടൊന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്ട് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ED എങ്ങനെ അന്വേഷിക്കണം, ED റെയ്ഡ് നടത്താമോ, ED ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെന്റിന് എന്ത് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനൊന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPMന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ED റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിന്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ, അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായി? കേസല്ലേ? ഇപ്പൊ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോ. ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്.